ജസ്ന സിമ്പിൾ റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയതുമായിട്ടുള്ള നല്ലൊരു എഗ്ഗ് മയോണൈസ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. തയ്യാറാക്കുന്നതിനായി ഞാനിവിടെ പുഴുങ്ങിയ മുട്ട എടുക്കുന്നുണ്ട്. നമുക്ക് മഞ്ഞയും വെള്ളയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. മുട്ടയുടെ വെള്ള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ അരിഞ്ഞു വെച്ച മുട്ട നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഉടച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മുട്ടയുടെ മഞ്ഞ എല്ലായിടും ഒന്ന് എത്തുന്നിട വരെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അന്നേരം ഇതിൽ കിടന്ന് വെള്ളം ഒന്നും കൂടെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇതിലേക്ക് ആ മുട്ടയുടെ മിക്സിലേക്ക് നമുക്ക് 2 ക്യാരറ്റ് ഒന്ന് ചെറുതായി ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. കാരണം ഇതിനകത്ത് മയണൈസ് ചേർക്കുന്നുണ്ട്. അപ്പം മയണൈസിലും ഒക്കെ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ മയോണൈസും ടൊമാറ്റോ സോസും റെഡ് ചില്ലി സോസും കൂടെ മിക്സ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ ബ്രെഡിന്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇട്ട് കൊടുത്ത് എല്ലായിടവും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. നമ്മുടെ എഗ് സാൻഡ്വിച്ച് ഇവിടെ തയ്യാറായി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതും കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതുമായ നല്ലൊരു സാൻഡ്വിച്ചാണ്. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനിയൊരു ഈസി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.